ഹായ് എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മകീര്യം പുറപ്പാട് ഊരകത്തമ്മയുടെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള മകീര്യം പുറപ്പാടിന്റെ ടൈമിങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ. സന്ധ്യയ്ക്ക് ഊരകത്തെ ദീപാരാധനയ്ക്ക് ശേഷം വിഷഹാരിണിയായിട്ടുള്ള കടലാശ്ശേരി ഭഗവതി ഊരകത്തെ അമ്പലത്തിലെത്തി ഒരു പ്രദക്ഷിണം വെച്ച് കൊടിമരം തൊട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കൊടിമര പൂജ നടക്കും കേട്ടോ. കഴിഞ്ഞ് ഏകദേശം ഒരു 9 മണിയോട് കൂടി ഭഗവതിനെ പാണി കൊട്ടി എഴുന്നള്ളിക്കുകയും മകീരം പുറപ്പാടിന് നാലമ്പലത്തിനുള്ളില് ഗംഭീരമായിട്ടുള്ള വിസ്തരിച്ചുള്ള ചെമ്പടയാണ് കൊട്ടാറ്. ചെമ്പടയുടെ ആദ്യത്തെ കാലം നാലമ്പലത്തിൽ കഴിഞ്ഞ് വക കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് എഴുന്നള്ളിക്കും. ആ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ സ്വർണ്ണാഭരണ വിഭൂഷിതയായിട്ടാണ് അമ്മയുടെ പുറത്തേക്ക് ഇറങ്ങുക. അതായത് സ്വർണ്ണക്കോലത്തില് ഭഗവതിയുടെ സ്വർണ്ണത്തിടമ്പ് വെച്ച് കെട്ടി എഴുന്നള്ളിക്കുകയാണ് മകീരം പുറപ്പാടിന്. ഈ പടിഞ്ഞാറേ ഗോപുരനടയിലൂടെയാണ് ഭഗവതി പുറത്തേക്ക് കിടക്കുക കേട്ടാ. അതിനുശേഷം ഇവിടെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ട്. അതിനുശേഷം ഭഗവതി നേരെ പോവുക എൻ്റെ ബാക്കിൽ കാണുന്ന ഈ മനയിലേക്കാണ്. ഈ മന എന്ന് പറയുന്നത് പൂമുള്ളി മനയാണ്. ഭഗവതി ഇവിടുത്തെ ഉപാസനാ മൂർത്തിയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ തിരുവിടയന്നൂർ ഭട്ടതിരി എന്ന് പറയുന്ന അദ്ദേഹമാണ് അമ്മ തിരുവടീനെ കാഞ്ചീപുരത്തുനിന്ന് ഊരകത്തേക്ക് ആവാഹിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അതിനൊരു സ്മരണാർത്ഥം മകീരം പുറപ്പാടിന്റെ ആദ്യത്തെ പറ പൂരക്കാലത്ത് ഭഗവതി പോയി സ്വീകരിക്കുന്ന ആദ്യത്തെ പറ വരുന്നത് ഈ പൂമുള്ളി മനയിൽ നിന്നാണ്. അതിനുശേഷം അവിടുത്തെ പറ സ്വീകരിച്ചതിന് ശേഷം ഈ പന്തലില് ഭഗവതി എഴുന്നള്ളിച്ച് നിന്നാലാണ് പാണ്ഡ്യമേളം തുടങ്ങുക. ഏകദേശം ഒരു 11 മണിക്ക് മുമ്പായിട്ട് ഒരു 10-10:30 കൂടിയാണ് ഊരകത്തെ അമ്മയുടെ പാണ്ഡ്യമേളം തുടങ്ങുക. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഏറ്റവും ദൈർഘ്യമേറിയ കുലുമ്പൽ അത് ഊരകത്തെ പാണ്ഡ്യമേളത്തിനാണ്, പുറപ്പാടിന്റെ പാണ്ഡ്യമേളത്തിനാണ്. ആ പാണ്ഡ്യമേളം കിഴക്കേ നടയിൽ കലാശം കഴിഞ്ഞാൽ മമ്പള്ളി ക്ഷേത്രകുളത്തിൽ ഒരു ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് ഊരകത്തേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ അമ്മയുടെ കൂടുതൽ ചടങ്ങുകളെല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മംഗലശ്ശേരി പ്രൊഡക്ഷൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലുണ്ടാവും. എഴുന്നള്ളിച്ചാലും പാണി കൊട്ടിയാലൊക്കെ നമ്മുടെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ.